ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഓരോരുത്തരുടെയും ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന ഇമേജ് കണ്ടല്ലോ, ഇതൊരു ഐറിസ്, അതായത് ഒരു കണ്ണിൻ്റെ ഇമേജാണിത്. അതായത് രഹസ്യമായിട്ട് നമ്മളെ നിരീക്ഷിക്കുന്ന ചില വിവരങ്ങൾ. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രോംപ്റ്റുകളിലൂടെ, പ്രോംപ്റ്റ് മീൻസ് നമ്മൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് റെഡിയാക്കിയിട്ട് പ്ലാറ്റ്ഫോമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. അപ്പം ഇതാണ് ശരിക്കും നിങ്ങളുടെ മുന്നിൽ എത്തിക്കും എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഫയലായിട്ട് എത്തിക്കും. ഇത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം പാലന്തിയർ എന്ന് പറഞ്ഞ ഒരു കമ്പനി, IT കമ്പനിയാണ്. ഇവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള AI ഡെവലപ്മെൻറ്റിൽ കൊണ്ടുവരേണ്ട ചില റെഗുലേഷൻസ്, അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും പ്രാഥമികമായിട്ട് ജിയോ പൊളിറ്റിക്സിലുള്ള അപ്ഡേറ്റ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. വിഷയങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ സൈഡിലൊരു ഹെഡിങ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ വായിച്ചിട്ടിരിക്കൂ. അപ്പോഴത്തേക്കും നമ്മൾ ജിയോ പൊളിറ്റിക്സ് ഡെവലപ്മെൻറ്റ് നോക്കിയിട്ട് ഫർദറായിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം. ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാൻ്റെ ഡീൽ പോസിബിൾ ആണ്. അതായത് ചൈനയിലേക്ക് പുള്ളിക്കാരനൊരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇറാൻ്റെ ഡീലിൽ ഒരു നിർണായക തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ട്രംപ് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ട്രംപ് മാത്രമല്ല കേട്ടോ, പാകിസ്ഥാനും വിശ്വസിക്കുന്നുണ്ട്. എനിവേ, അങ്ങനെ ഒരു ഡീൽ നടന്നാൽ നല്ലതാണ്. പക്ഷേ ഇത് ഇസ്രായേലിന് അത്ര കൺവിൻസിങ് അല്ല. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് യുറേനിയം എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, അതുപോലെ എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ അവരുടെ കയ്യിൽ സൂക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിന് ഇപ്പോഴും വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഇസ്രായേൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UAEയും ഇസ്രായേലും തമ്മിൽ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അവർ അതുമായിട്ട് ബന്ധപ്പെട്ട വിയോജിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപ് ആണെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ചേർന്നിട്ട് മറ്റൊരു വഴി കൂടെ സഞ്ചരിക്കുകയാണ്. പല മാധ്യമങ്ങളിലും, BBC ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ട്രംപ് യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ പോകുന്നതായിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹൗസിൽ നിന്നും ഇങ്ങനെ ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇവർക്ക് എങ്ങനെയോ വാർത്തകളൊക്കെ ചോർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ വാർത്തകൾ അടിച്ചിറക്കിയിട്ടുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. അതായത് ഇറാൻ പ്രൊപ്പോസൽ അംഗീകരിച്ചാൽ, അതായത് ഇറാൻ മുന്നോട്ട് വെച്ച ഒരു 14 പോയിന്റ്സ്, അതോടൊപ്പം അതൊരു 3 സ്റ്റേജസ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊപ്പോസൽ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രൊപ്പോസലിൽ ചില തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് അമേരിക്ക ആ പ്രൊപ്പോസൽ മടക്കി അയച്ചിട്ടുണ്ട്, തിരുത്തലുകൾ വരുത്തിക്കൊണ്ട്. അപ്പം ആ പ്രൊപ്പോസൽ ഇറാൻ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കും. അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു രീതിയിലുള്ള തടസ്സങ്ങളും ഉണ്ടാവില്ല, എല്ലാ കപ്പലുകൾക്കും വളരെ സ്മൂത്തായിട്ട് യാത്ര ചെയ്യാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രംപിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, ഇറാൻ അംഗീകരിച്ചാൽ. ഇതുവരെ ഇറാൻ അംഗീകരിച്ചതായിട്ട് നമുക്ക് വാർത്തകൾ എവിടെ നിന്നും കിട്ടുന്നില്ല. ഇറാൻ്റെ സൈഡിൽ നിന്നും ഇതുവരെ അങ്ങനെ ഒരു വാർത്ത പബ്ലിഷ് ആയിട്ടില്ല. ഇപ്പോൾ ട്രംപ് ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്, മീൻസ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത് അടുത്ത 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇറാൻ്റെ സൈഡിൽ നിന്നും ഏതെങ്കിലും തരത്തിലൊരു അക്സെപ്റ്റൻസ്, ഈ പ്രൊപ്പോസലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അക്സെപ്റ്റൻസ് അഥവാ ഒരു തീരുമാനം, ഒരു പോസിറ്റീവ് തീരുമാനം മുന്നോട്ട് വരുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നു. 48 മണിക്കൂർ. ഇറാൻ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് IRGC അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് ന്യൂ മാരിടൈം പ്രോട്ടോക്കോൾ, അതാണ് അവർ പ്രൊപ്പോസ് ചെയ്യുന്നത്. ആ ന്യൂ മാരിടൈം പ്രോട്ടോക്കോൾ അമേരിക്ക അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കാൻ അവരും തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് ന്യൂ മാരിടൈം പ്രോട്ടോക്കോൾ എന്നുള്ളത് ഇതുവരെ പാകിസ്ഥാൻ്റെ കയ്യിലും എത്തിയിട്ടില്ല, അമേരിക്കയുടെ കയ്യിലും എത്തിയിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളെല്ലാം കൂടി അനുമാനിച്ചു കഴിഞ്ഞു, യുദ്ധം അവസാനിപ്പിക്കുന്നു അമേരിക്ക എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയും ഇറാനും കൂടി നടത്തിയ മീറ്റിങ്ങിൽ ജോയിൻറ്റ് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു വെച്ചത് അറ്റ്മോസ്റ്റ് അർജൻറ്റായിട്ട് ഹോസ്റ്റിലിറ്റി അവസാനിപ്പിക്കണം എന്നാണ്. അതായത് അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ എടുത്തിരിക്കുന്ന നടപടി, അതേപോലെ ഇറാനെതിരെ ആക്രമണ ഭീഷണിയുമായിട്ട് നിൽക്കുന്ന യുദ്ധക്കപ്പലുകൾ കൊണ്ട് നിൽക്കുന്ന ഈ പരിപാടികളെല്ലാം അവസാനിപ്പിക്കണം. ഈ കലാപരിപാടികളൊക്കെ അറ്റ്മോസ്റ്റ് അർജൻസിയിൽ അവസാനിപ്പിക്കണമെന്നാണ് ചൈനയും ഇറാനും കൂടി ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അമേരിക്ക ഇസ്രായേലിന് വേണ്ടിയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, ഹെസ്ബുള്ള ലെബനനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിനെ ഡീറൈൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്.
ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പം അമേരിക്ക പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇസ്രായേലിൻ്റെ ലെബനൻ്റെ മേളിലുള്ള ആക്രമണങ്ങളെ ഞങ്ങൾ ഒരിക്കലും തടയില്ല, അതിനെ കണ്ടംപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഹാഡ് എ വെരി ഗുഡ് കോൺവെർസേഷൻ വിത്ത് ഇറാൻ ഇൻ ദ പാസ്റ്റ് 24 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇറാനുമായിട്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നടത്തിയതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ പലപ്പോഴും ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ ഒരിക്കലും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ നടപ്പിലായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. അതുവരെ നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ട്രംപിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്ന്, അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഡീൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് ഓയിൽ പ്രൈസ് ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുകയാണ്, $100 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും അമേരിക്കയുടെ ഉള്ളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ വൻ കുതിച്ചു ചാട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. സ്റ്റോക്കിൽ ഡൗ ജോൺസ് 1.1% ഗെയിൻ ചെയ്തിട്ടുണ്ട്. SP500 1.2% ഗെയിൻ ചെയ്തിട്ടുണ്ട്. നാസ്ഡാക്ക് കോമ്പസൈറ്റ് ജംപ്ഡ് 1.6% ഇൻവെസ്റ്റ്മെൻറ്റ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നല്ല രീതിയിൽ അമേരിക്കയിൽ ബൂസ്റ്റ് ആകുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ട്രംപിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളുടെയും പിന്നിൽ. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അമേരിക്കയ്ക്ക് എവിടെയൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ പുള്ളിക്കാരൻ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സകല തന്ത്രങ്ങളും ട്രംപ് പയറ്റുന്നുണ്ട്. UAE ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ ജോയിൻറ്റ് ബേസുകൾ UAE ഉണ്ട് എന്നുള്ള വാദമാണ് ഇറാൻ ഉയർത്തുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി UAE കൊടുത്തിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അവരുടെ സൊവറിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ട്. UAE ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാണ്. അവർക്ക് ആരോടാണ് ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പുകൾ വെക്കേണ്ടതെന്നുള്ളത് ആ രാജ്യത്തിൻ്റെ മാത്രം തീരുമാനമാണ്. അത് പുറത്തുനിന്നുള്ള ആൾക്കാർ തീരുമാനിക്കുന്നതല്ല. അത് അവരുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ മേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ്റെ പ്രസ്താവന എന്നുള്ള തരത്തിൽ UAE ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. UAEക്ക് എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് UAE അല്ലേ, ഇറാൻ അല്ലല്ലോ. ട്രംപ് ഒരു സ്വപ്ന ലോകത്താണ്. ആ സ്വപ്ന ലോകത്തിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. അതായത് US ഇറാൻ്റെ യുറേനിയം സ്വന്തമാക്കും പോസിബിൾ ഡീലിലൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തരത്തിലുള്ള പോസിബിൾ ഡീലാണെന്ന് ഇതുവരെ ട്രംപ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എനിവേ, ട്രംപ് അത്രയ്ക്ക് മിടുക്കനാണെന്നുണ്ടെങ്കിൽ ആ യുറേനിയം അങ്ങ് വാങ്ങിച്ചെടുത്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നീതി പുലർത്തട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. യുറേനിയം അങ്ങനെ എളുപ്പത്തിൽ ഇറാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം? യുദ്ധത്തിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ. എനിവേ, ട്രംപ് ഫുള്ള് കോമഡിയാണ്. കാത്തിരുന്ന് കാണാം. യുദ്ധം വേണ്ട, യുദ്ധം നിർത്തണം എന്ന് തന്നെയാണ് എൻ്റെയും താല്പര്യം. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഫാക്ച്വൽ എവിഡൻസ് ഒന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് BBC-ക്കൊക്കെ ഈ വാർത്ത കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അവരൊക്കെ കൃത്യമായിട്ട് അടിച്ചിറക്കിയിട്ടുണ്ട്. അമേരിക്ക യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നു എന്നൊക്കെയാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെതന്യാഹുവും ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഖട്സ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ബെയ്റൂത്തിൽ ഹിസ്ബുള്ളയുടെ കമാൻഡറെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണങ്ങൾ ഇന്ന് ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇറാൻ്റെ MT ഹസ്ന എന്ന് പറഞ്ഞ ഒരു ഇറാനിയൻ ഫ്ലാഗ്ഡ് ഷിപ്പിനെ അമേരിക്ക ഇന്നും തടഞ്ഞിട്ടുണ്ട്. ഇന്നും ബ്ലോക്കേഡ് എടുത്ത് മാറ്റിയിട്ടില്ല ഇതുവരെ. ബഹ്റൈൻ ആണെന്നുണ്ടെങ്കിൽ IRGC-യുമായിട്ട് ബന്ധമുള്ള വീണ്ടും കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഷിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേ ആൾക്കാരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഡീറ്റെയിൻ ചെയ്യും, ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റൻഷൻ സെൻറ്ററുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നെതന്യാഹു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ട്രംപ് ഇത്രയും നേരം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ട്രംപിൻ്റെ ആ ഒരു മൾട്ടി പേഴ്സണാലിറ്റി, അന്യൻ എന്ന് പറഞ്ഞ് നമ്മൾ വിക്രമിൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഡയറക്ടർ ശങ്കറിൻ്റെ പടം. അതിൽ അന്യൻ റെമോ അംബി, അത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ട്രംപിനെ ഉപമിക്കാം. കാരണം അത്തരത്തിൽ ജസ്റ്റ് മിനിറ്റുകൾ കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ, യുറേനിയം അത് തീർച്ചയായിട്ടും ഇറാൻ്റെ അടുത്ത് നമ്മൾ വാങ്ങിച്ചേ പറ്റൂ, അത് തന്നില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് എടുക്കും എന്ന് പറയും. അപ്പം ഇറാനുമായിട്ടുള്ള യുദ്ധം യുദ്ധമൊന്നുമില്ല, യുദ്ധം എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ യുറേനിയം ഏറ്റെടുക്കാൻ പോകുന്നത്? അത് ഞങ്ങൾ പോസിബിൾ ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ, ഈ 24 മണിക്കൂർ നിങ്ങൾ ഇറാനുമായിട്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചയാണ് നടത്തിയതെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ ആരുമായിട്ടാണ് സംസാരിച്ചത്? പേര് വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വെളിപ്പെടുത്താൻ കഴിയില്ല, കാരണം ഇറാനിൽ ലീഡേഴ്സ് ഇല്ലല്ലോ. ഇറാനിൽ ലീഡേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരുമായിട്ടാണ് സംസാരിക്കുക? ഒരു അമേരിക്കയുമായിട്ട് അവിടെ നിന്ന് ആരും തന്നെ ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കാൻ വരുന്നില്ല. മീൻസ് അവിടെ ലീഡേഴ്സ് ഇല്ല, ഞങ്ങളെല്ലാവരെയും വധിച്ചു കഴിഞ്ഞില്ലേ, ഇനി അവിടെ ആരും ഇല്ല എന്നാണ് ട്രംപിൻ്റെ വാദം. ഇത്തരത്തിലുള്ള മലക്കം പറഞ്ഞുള്ള ഉത്തരങ്ങളുമാണ് ട്രംപ്
നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുള്ള കാര്യമാണ് കേട്ടോ. ഉടനീളം നമ്മൾ പറഞ്ഞിരിക്കുന്ന വാർത്തകളിലെല്ലാം ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം അതേപടി തന്നെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലരും ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ട്രംപിനെ അനുകൂലിക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ ട്രംപിനെ എതിർക്കുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ അനുകൂലിക്കുന്നതോ ഞാൻ എതിർക്കുന്നതോ അല്ല കേട്ടോ. അതായത് എന്താണോ വാർത്ത വരുന്നത് അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് എൻ്റെ വാർത്തയായിട്ട് നിങ്ങൾ കരുതരുത്. എന്താണോ വരുന്ന വാർത്ത അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അത് നമ്മളുടെ വാർത്തകൾ തുടരെ കാണുന്നവർക്ക് അത് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പക്ഷെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു കൺഫ്യൂഷൻ ചിലപ്പം ഉണ്ടായേക്കാം. പുതിയതായിട്ട് വാർത്ത കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാനിവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സൈഡിലിരിക്കട്ടെ, തമിഴ്നാട് പൊളിറ്റിക്സ് ഒരു സൈഡിൽ കലങ്ങി മറിഞ്ഞ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പുതിയ ഐഡിയോളജിയുമായിട്ട് വന്നിരിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ അതേസമയം ഈ DMK, ADMK അതുപോലെയുള്ള തമിഴ്നാട്ടിലുള്ള മറ്റുള്ള പല പാർട്ടികളും അവരുടേതായിട്ടുള്ള ഐഡിയോളജിയിൽ നിലനിൽക്കുന്ന പാർട്ടികളാണ്. ഇപ്പം വിജയെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന അത്രയും ജനങ്ങളും പ്ലസ് യുവാക്കളും ഒരു പുതിയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ ഈ പഴയ പാർട്ടികളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന നടപടി എത്രമാത്രം വിജയ്ക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. വിജയ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ്. കാരണം 30 വർഷമായിട്ട് ഇതിൻ്റെ പുറകിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഫാൻസ് ക്ലബ്ബ് ഇത്രത്തോളം ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ അതേ മാതൃകയിൽ പഞ്ചായത്ത് തലത്തിൽ പലർക്കും പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ പാർട്ടി ഇങ്ങനെ വന്നിരിക്കുന്നത്. 30 വർഷമായിട്ട് വിജയ് ഈ ഫീൽഡിലുണ്ട്. ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം വിജയ് എന്തിനാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ വിജയ് ഒരു ബഫർ ടൈം കൊടുക്കുകയാണ്. ഈ ബഫർ ടൈമിൽ AIADMK ആ പാർട്ടിയിൽ ഒരു വിള്ളൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ MLAകൾ വിജയിച്ച MLAകളെല്ലാം തന്നെ ആ പാർട്ടിയുടെ നേതൃത്വത്തിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളെ ഞങ്ങളെ അനുവദിച്ചില്ലെങ്കിലും ഞങ്ങൾ റിസൈൻ ചെയ്ത് പോവും. അതായത് MLAകളെല്ലാം ആ പാർട്ടിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണല്ലോ. അതിൽ നിശ്ചിത തോതിലുള്ള MLAമാർ വിജയുടെ പാർട്ടിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്ന് ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പലരും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും തന്നെ ഒരുവിധം DMKയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാർട്ടികളാണ്. വിജയ് എന്ന് പറഞ്ഞ ഈ പുതിയ പൊളിറ്റിക്കൽ നേതാവിനെ ആവോളം വിമർശിച്ച് നാണം കെട്ട് മെജോറിറ്റി ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ അവസ്ഥയിലാണ് വിജയ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നത്. കാരണം വിജയ്ക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടും ചേർന്ന് ജോയിൻ്റ് ആയിട്ട് റൂളിംഗ് നടത്താൻ ആഗ്രഹമില്ല, താല്പര്യമില്ല. ഫൈനൽ സ്റ്റേജിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും MLAമാർ അവർ തന്നെ അതാത് പാർട്ടികളിൽ നിന്നും സ്വതന്ത്രരായിട്ട് വ്യക്തിപരമായിട്ട് വന്നിട്ട് ഈ പാർട്ടികളിൽ ജോയിൻ ചെയ്യണം. അതാണ് വിജയുടെ താല്പര്യമെന്നാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് പറഞ്ഞു കേട്ടറിയുക. അല്ലാതെ ഇപ്പം തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും തന്നെ വിലപേശൽ നടത്തിക്കൊണ്ട് ഇപ്പം ഈ ഷോർട്ടേജ് ഉള്ള 10 MLAമാരെ എടുത്തു കഴിഞ്ഞാൽ 10 പേരും വിവിധ തരത്തിലുള്ള പാർട്ടികളിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. ഇവർ 10 പേർക്കും ക്യാബിനറ്റ് റാങ്ക് വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ വിജയുടെ പാർട്ടിക്ക് ഒന്നും തന്നെ കിട്ടാനില്ല. കാരണം ഈ ചീഫ് മിനിസ്റ്റർ എന്നുള്ള പൊസിഷന് വേണ്ടിയിട്ട് മന്ത്രിസ്ഥാനങ്ങൾ മൊത്തത്തിൽ വിട്ടുകൊടുക്കേണ്ടി വരും. അതാണ് നിലവിലെ സാഹചര്യം. അതായത് ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് വിജയിച്ച് വന്നിരിക്കുന്നവൻ എങ്ങനെ വിജയുടെ ഓൺ ഐഡിയോളജി പ്രകാരമുള്ള പുതിയ റൂളിംഗ് നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെ ഇവൻ സഹായകരമാവും? ഒരിക്കലും സഹായിക്കില്ല. ഇവനൊക്കെ പരാജയമായിരിക്കും. അതുകൊണ്ട് ഇവനെയൊക്കെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ വിജയുടെ പാർട്ടിയിൽ വന്ന് ചേരുന്നവൻ ഉപാധികളൊന്നുമില്ലാതെ എനിക്ക് ഒരു മിനിസ്റ്റർ പൊസിഷനും വേണ്ട, എനിക്ക് ക്യാബിനറ്റ് റാങ്ക് ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ പൊസിഷനിൽ കയറിയിരിക്കൂ, ഞങ്ങൾ നോക്കട്ടെ, 1 ഇയർ നോക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ പുതിയ റൂളിംഗ് മെത്തേഡ് കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ ആ ഒരു പുതിയ ഭരണം ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാൻ ആ നാടിൻ്റെ നന്മയാണ് ഇവനൊക്കെ ലക്ഷ്യമിടുന്നത് എങ്കിൽ. അല്ലാതെ വിലപേശൽ നടത്തിക്കൊണ്ട് എനിക്ക് ക്യാബിനറ്റ് റാങ്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുത്തനെയും വിജയ് എടുക്കരുത് എന്നാണ് എൻ്റെ പൊതുവിലുള്ള അഭിപ്രായം. എനിവേ അതൊരു സൈഡിൽ നടക്കട്ടെ. അതേപോലെ വിജയ് 2 സ്ഥലത്താണ് മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ട്രിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ MLA സ്ഥാനം വിജയ് രാജിവെക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ ഒരു സ്ഥലത്ത് രാജിവെക്കണം. അപ്പോൾ അതുകൊണ്ട് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ട്രിച്ചി കുറച്ച് ദൂരം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് രാജിവെക്കുകയാണ് ആ പൊസിഷൻ. അപ്പോൾ അവിടേക്ക് പലതരത്തിലുള്ള റൂമേഴ്സ്, തൃഷ മത്സരിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ രാവിലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അടിച്ചിറക്കിയായിരുന്നു. ഇന്നലെ രാവിലെ തന്നെ ഇത്തരത്തിലുള്ള റൂമറുകൾ, വല്ലാത്ത റൂമറുകളാണ്. അപ്പം അതിന് സഹായം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ex-IAS ഉദ്യോഗസ്ഥനെ വിജയ് അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഈ സഹായം എന്ന് പറയുന്നത് മുൻ IAS ഉദ്യോഗസ്ഥനാണ്.
വിജയുടെ ഗ്രൂപ്പിൽ എല്ലാം തന്നെ പുതിയ MLA-മാരാണ്, എക്സ്പീരിയൻസ് വളരെ കുറവാണ്. 1-2 പേര് മാത്രമേ പഴയ പാർട്ടിയിലുള്ള ആൾക്കാരായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ആൾക്കാർക്ക് ഒരു ഗൈഡൻസ് എന്നുള്ള നിലയിൽ ഒരു IAS-കാരൻ വരുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും വിജയ് എങ്ങനെയെങ്കിലും ഈ IAS സഹായം എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് ടു ദ AI വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ ഒരു വാർത്ത വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പീറ്റർ തെയൽ, ഇലോൺ മസ്ക് ആൻഡ് അലക്സ് കാർപ്പ് ജസ്റ്റ് ടു കൺട്രോൾ ഓഫ് യുവർ ഫ്യൂച്ചർ. ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈൻ. ഇവർ നമ്മളുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത. നിങ്ങളിത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഇമെയിൽ അയച്ച സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനാണ് ആ ഇമെയിൽ അയച്ചത്. അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു മെയിലാണ് ഞാൻ അയച്ചത്. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്മാർട്ട് ഫോണിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇമെയിൽ അയച്ച ദിവസം മുതൽ എനിക്ക് ആ സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ എൻ്റെ ഫോണിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലൊരു കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു ബ്രാൻഡഡ് ഷർട്ടിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ ബ്രാൻഡഡ് ഷർട്ടുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, തുരുതരാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും? നിരവധി പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് 99% ആൾക്കാർക്കും ഈ എക്സ്പീരിയൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ഗൂഗിൾ ആയിക്കോട്ടെ, അതേപോലെ ഏതൊരു പ്ലാറ്റ്ഫോമും നമ്മളെ നിരീക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ന്യൂറൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള പല മാർക്കറ്റിങ്ങുകൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞാൽ, നമ്മളുടെ കയ്യിലുള്ള എല്ലാ സംഗതികളും എക്സ്പോസ്ഡ് ആണ്. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ ഫുള്ളി എക്സ്പോസ്ഡ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഇമെയിൽ ആയിക്കോട്ടെ, ഇമെയിലിന് പാസ്വേഡ് നമുക്കാണ്. നമ്മൾ ആ ഇമെയിലിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സെർവറിൽ ഈ ഇമെയിൽ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. ആർക്കാണ്? ഇപ്പം നമ്മൾ Gmail-ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിളിന് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ മറ്റു പല അതുപോലെ മൈക്രോസോഫ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമെയിൽ സെർവറിൽ മൈക്രോസോഫ്റ്റിൽ ഇത് ഓപ്പൺ ആണ്. നമ്മളുടെ പാസ്വേഡ് വരെ അവർക്ക് കാണാൻ കഴിയുന്ന രീതിയിലാണ്. പിന്നെ നമ്മളെല്ലാം തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇതെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പല വിഷയങ്ങൾ നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പാലന്റിയർ എന്ന് പറഞ്ഞൊരു ഈ കമ്പനി വളരെ കൃത്യമായിട്ടൊരു ആർട്ടിക്കിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. പക്ഷേ അതിൻ്റെ സെക്യൂരിറ്റി സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് അവർ ഈ ആർട്ടിക്കിൾ നരേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ പാലന്റിയർ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു ആർട്ടിക്കിൾ പുറത്തിറങ്ങിയതിന് ശേഷം കൂടുതൽ പെർഫോം ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നാളുമുള്ള AI കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പുറത്തു പറയാത്ത കുറേ വിഷയങ്ങൾ ഈ കമ്പനി ഈ ആർട്ടിക്കിളിലൂടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുമെന്നും അത് AI സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ ഇന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് അവർ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് ഞാൻ 1-2 വിഷയങ്ങൾ മാത്രം പറഞ്ഞു പോവാം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഏതൊരു പ്രോഡക്റ്റും, കമ്പ്യൂട്ടർ തന്നെ ഏറ്റവും കൂടുതൽ ഇത് അമേരിക്കയിൽ സിലിക്കൺ വാലി ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു എക്കണോമിക് സോൺ ആണെന്നുണ്ടെങ്കിലും, അതൊരു വലിയ മാർക്കറ്റ് ബൂമിംഗ് സെക്ടർ ആണെന്നുണ്ടെങ്കിലും, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പല കീ പ്രോഡക്ട്സുകളായിക്കോട്ടെ അതെല്ലാം തന്നെ അമേരിക്കയുടെ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ആദ്യകാലങ്ങളിൽ രൂപം കൊടുത്തിരുന്നത്. എന്നിട്ട് അമേരിക്കയുടെ ഡിഫൻസാണ് ഇവരുടെ പ്രധാന മാർക്കറ്റ്. അപ്പം അമേരിക്കയിലെ ഡിഫൻസിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ചെയ്യുന്ന പൈസ ഇത് പെൻറ്റഗണിലൂടെയും അതേപോലെ ഡിഫൻസ് മിനിസ്ട്രിയിലൂടെയൊക്കെ ഈ ഫണ്ടുകളെല്ലാം തന്നെ ഇതേപോലത്തെ IT കമ്പനികൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ പോയിരുന്നു. അതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനം മീൻസ് മെജോറിറ്റി വരുമാനം. പിന്നെ അതിൽ നിന്നും ഇവർ പ്രോഡക്റ്റുകൾ ഡിറൈവ് ചെയ്തിട്ട് പൊതുജനങ്ങൾക്ക്, സിവിലിയൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ട് അതിനെ പബ്ലിക് സെക്ടറിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിലൂടെ അവർക്ക് ഇമ്മൻസീവായിട്ടുള്ള ഇൻകം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫോർ എക്സാമ്പിൾ, ഇൻ്റർനെറ്റൊക്കെ ഡിഫൻസിന് വേണ്ടി തന്നെയാണ്, സെക്യൂർഡ് പ്രോട്ടോക്കോളിൽ തന്നെയാണ് അതൊക്കെ പ്രവർത്തിച്ചിരുന്നത്. പിന്നീടാണ് അത് പൊതുജനങ്ങളുടെ യൂസേജിന് വേണ്ടിയിട്ടൊക്കെ മാറ്റിയത്. അപ്പോൾ അങ്ങനെ പൊതുജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് സെക്യൂരിറ്റി അതിനകത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ട്, കുറച്ച് സെക്യൂരിറ്റി മെഷേഴ്സ് അതിനകത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെയിലും ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ് ഓഫീസേഴ്സ് ഉപയോഗിക്കുന്ന മെയിലും രണ്ടാണ്. ഡിഫൻസ് മെയിലുകൾ സെക്യൂർഡായിട്ട് അവർ പർച്ചേസ് ചെയ്ത് അവർ കൃത്യമായിട്ട്
അതിനെ ലോക്ക് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അത് ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിക്ക് പോലും അത് ഓപ്പൺ ചെയ്ത് വായിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സെക്യൂർഡ് മെഷേഴ്സും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ടാർ വെഹിക്കിൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ആൾ ടെറൈൻ വെഹിക്കിൾ, ATV എന്ന് പറയുന്നത്. അപ്പോൾ ഈ താർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യക്കുള്ളിൽ ഒരു കൊമേഴ്ഷ്യൽ മോഡൽ ഉണ്ട്. ഈ താർ എന്ന് പറഞ്ഞ വാഹനം ആദ്യം മഹീന്ദ്ര നിർമ്മിച്ചിരുന്നത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇതേപോലത്തെ പല മോഡലുകൾ, ഇപ്പം റോയൽ എൻഫീൽഡ്, അതൊക്കെ ആർമിക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ്. പിന്നീട് അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് സിവിലിയൻസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഏത് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും ആർമിക്ക് വേണ്ടിയിട്ടാണ് പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നീടാണ് അതിനെ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അതിൻ്റെ പ്രൊഡക്ഷൻസിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിനെ പബ്ലിക്കലി അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ അതിനും ഇതിനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സെക്യൂരിറ്റി മെഷേഴ്സിൽ. ഇപ്പം ക്രൈം തന്നെ നിങ്ങൾ നോക്കൂ, 2 തരത്തിലാണ്. ഈ കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് തടയാം, അത് നമ്പർ 1. കുറ്റകൃത്യം നടന്നതിന് ശേഷമുള്ള അന്വേഷണം, പിന്നെ ഈ കുറ്റകൃത്യം ചെയ്ത ആളിനെ അറസ്റ്റ് ചെയ്യുക, അതൊക്കെ സെക്കൻഡറിയാണ്. അപ്പോൾ ഇവിടെ കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പേ തടയാനുള്ള ആ ഒരു കപ്പാസിറ്റി AI ടെക്നോളജി യുഗത്തിന് ഉണ്ട് എന്നാണ് പാലന്തിയർ എന്ന് പറഞ്ഞ കമ്പനി അവകാശപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരാൾ മൊബൈലിൽ എന്താണ് കാണുന്നത്, ഫോർ എക്സാമ്പിൾ അശ്ലീല ചിത്രം കാണുന്ന ശീലമുള്ള വ്യക്തി, അയാൾ എന്ത് തരത്തിലുള്ള വീഡിയോകളാണ് കാണുന്നത്, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അയാളെ മോണിറ്റർ ചെയ്യാൻ പറ്റും. മില്യൺ കണക്കിന് ആൾക്കാർ ഇത്തരത്തിലുള്ള സൈറ്റുകൾ സന്ദർശിക്കുന്നുവെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള, അതായത് വ്യത്യസ്തമായ രീതിയിലുള്ള വീഡിയോകൾ കാണുന്ന ആൾക്കാരെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെ ഏരിയ വൈസ് തിരിച്ചിട്ട് ആ ഏരിയ വൈസുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർ ആ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ IP അഡ്രസ് എടുത്ത് കൃത്യമായിട്ട് ഈ വ്യക്തി എവിടെ താമസിക്കുന്നു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി അയാളെ നിരീക്ഷിക്കാൻ പറ്റും. കൊച്ചുകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കാണുന്ന വ്യക്തി തീർച്ചയായിട്ടും നിരീക്ഷിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. മനസ്സിലായല്ലോ? ഇത്തരത്തിലുള്ള ഡീപ്പ് സ്റ്റഡി മെക്കാനിസംസ് ഈ ആർട്ടിക്കിളിലുണ്ട്. ഞാനിത് പൂർണ്ണമായിട്ടും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതായത് ഈ ഇലോൺ മസ്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്പനി പീറ്റർ തെയൽ എന്ന് പറഞ്ഞ ആളാണ് ഈ പാലന്തിയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO കേട്ടോ, ഫൗണ്ടർ. തന്നെ നമ്മളെ നിരീക്ഷിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. പിന്നെ ഈ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണം അതിൻ്റെ ബേസിക് ലെവലാണ്. നമ്മളെ എല്ലാ കാര്യങ്ങളും ഇമെയിലിൽ കിടക്കുന്ന ആയിക്കോട്ടെ, നമ്മളുടെ കയ്യിലുള്ള ഫോണിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പോസ്ഡ് ആണെന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ അടുത്ത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഓരോ പെർമിഷൻ ചോദിക്കുന്നില്ലേ, അതിലൊന്നും ഒരു കാര്യമില്ല. ഈ പെർമിഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത്, ആ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പെർമിഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് എന്തുകൊണ്ട് നമ്മളുടെ കോൺടാക്ട്സ് ചോദിക്കുന്നു? 2 പർപ്പസ്. ഒന്ന്, മാർക്കറ്റിംഗ്. അവർക്ക് നമ്മളുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാർക്ക് അവരുടെ ആപ്പ് SMS-ലൂടെ അയച്ചു കൊടുക്കാം, അവരുടെ ആപ്പിൻ്റെ ലിങ്ക്. അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇതിലുപരിയായിട്ട് ഈ ലീഡ്സ് അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. ആ ഡേറ്റ വളരെ വളരെ പ്രീഷ്യസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഓക്കെ എന്ന് പറഞ്ഞുള്ള അപ്രൂവൽ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ എത്തിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ടീച്ചറിൻ്റെ പേരിൽ മൊബൈൽ ആപ്പിലൂടെ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ലോൺ എടുക്കുകയും എന്നിട്ട് ആ ടീച്ചറിനെ ഈ ലോൺ കമ്പനിക്കാർ വിളിച്ച് സംസാരിച്ച വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കോൺടാക്ട് ലിസ്റ്റിൽ ടിക്ക് മാർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഈ കോൺടാക്ട് ലിസ്റ്റിൽ അവർക്ക് ഈ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന കോൺടാക്ട് ലിസ്റ്റ് അവർക്ക് ആക്സസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ പറയുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട്, അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, അവൻ്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൻ ഏത് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു, അവൻ ആരെ അനുകൂലിക്കുന്നു, അവൻ്റെ ആശയങ്ങൾ എന്താണ്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് അവനെ നിരീക്ഷിച്ചുകൊണ്ട് വ്യക്തിപരമായി തന്നെ ഇലക്ഷന് വേണ്ടിയിട്ട് അവനെ ആ നേതാവിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അവനെ പ്രേരിപ്പിക്കാൻ സാധിക്കും. അതായത് ഇനി വരുന്ന ഫ്യൂച്ചർ ഇലക്ഷൻസ് ഒക്കെ സ്വാധീനിക്കാൻ AI-ക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയൊരു സബ്ജക്റ്റാണ്. ഞാനിപ്പം ജസ്റ്റ് ചുരുക്കി 1-2 പോയിന്റുകൾ മാത്രമേ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.